സംസ്ഥാനത്ത് വിലക്കയറ്റം എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശത്തിന് മറുപടിയുമായി മന്ത്രി ജി.ആർ. അനിൽ. കള്ളം പറയുന്നുവെന്ന പ്രതിപക്ഷ നേതാവെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് സതീശന്റെ പ്രതികരണം. റേഷൻ കടകൾ ശക്തിപ്പെടുത്തിയത് ഇടത് സർക്കാരാണ്. സപ്ലൈകോയുടെ ഒരു ഔട്ട്ലെറ്റുകളും പൂട്ടിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പച്ചക്കള്ളം പറയുന്ന പ്രതിപക്ഷ നേതാവാണ് എന്ന് കേരളത്തിൽ പരക്കെ വിമർശനമുള്ള ഒരാളാണ് ശ്രീ വി ഡി സതീശൻ. അത് ശരിവെക്കുന്നതാണ് അദ്ദേഹത്തിന് ഇന്നത്തെ പ്രസ്താവന. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാതൃകകൾ ആർക്കും പരിശോധിക്കാമല്ലോ. റേഷൻ ഷോപ്പുകളിലൂടെ 83 ലക്ഷം ജനങ്ങൾ പ്രതിമാസം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്തിയ ഒരു സ്റ്റേറ്റ് കേരളം മാത്രമാണ്. അത്തരത്തിൽ വിപുലമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു സംസ്ഥാനത്ത് അത്തരമൊരു അനുഭവം അറിയുന്നവർ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ പാടില്ല. മാധ്യമങ്ങൾക്ക് കേരളത്തിലെ ഏത് ജില്ലയിലെയും ഔട്ട്ലെറ്റുകൾ പരിശോധിക്കാം. ഏത് കടയാണ് പൂട്ടിയതെന്ന് നിങ്ങൾക്ക് നോക്കി കാണാൻ കഴിയും. നിത്യജീവിതത്തിൽ എല്ലാവരും ബന്ധപ്പെടുന്ന ഒരു കേന്ദ്രമായി മാറിയ കേരളത്തിൽ എന്താണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റിദ്ധാരണ പരത്താനുള്ള ബോധപൂർവമായ പരിശ്രമമാണ്. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, 12 മാസമായി കേരളം സംസ്ഥാനം ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇത് നുണയാണ്, ഇത്തരം തെറ്റായ രീതിയിൽ ഇത് പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. മന്ത്രി എങ്ങനെയാണ് ഇതിനെ എതിർക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? ശ്രുതി, വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് മന്ത്രി ജി.ആർ. അനിൽ ഇപ്പോൾ വി ഡി സതീശനെതിരെ തൊടുത്തിരിക്കുന്നത്. കാരണം പൊതുസമൂഹത്തിന് ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശനെ കുറിച്ചൊരു ധാരണ നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട്. സത്യം പറയാത്ത കള്ളം മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവെന്ന ആക്ഷേപമുള്ള ആളാണ് വി ഡി സതീശൻ. അത് ശരിവെക്കുന്ന നിലപാടാണ് ഇന്നിപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പരസ്യമായിട്ട് കള്ളം പറയുന്ന പ്രതിപക്ഷ നേതാവ് മുന്നോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല എന്നും വി ഡി സതീശൻ മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇത് ആദ്യമല്ല വി ഡി സതീശൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. കാരണം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും പലപ്പോഴായിട്ട് വിലക്കയറ്റമുണ്ടെന്നും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ അടച്ചു പൂട്ടിയെന്നും സാധനങ്ങൾ കിട്ടാനില്ലെന്നും പലപ്പോഴായിട്ട് ആവർത്തിച്ചു. അതിന്റെ ആവർത്തനം തന്നെയാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലടക്കം പല നാടകങ്ങളും കഴിഞ്ഞു. അത് രാജ്യത്തും ജനങ്ങളും സംസ്ഥാനത്തൊക്കെ ഉറ്റുനോക്കി. അതിനുശേഷം അത് കേരളത്തിലെത്തിയതിനു ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇങ്ങനൊരു പച്ചക്കള്ളം വന്നു പറയുന്നത്. നേരത്തെ തന്നെ എ കെ ആന്റണി ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരുന്ന 16.5 ടൺ മെട്രിക് ടൺ ലക്ഷം വരുന്ന ധാന്യം അത് വെട്ടിക്കുറച്ചത് എ കെ ആന്റണി ഇരിക്കുന്ന സർക്കാരിന്റെ കാലത്താണ്. നിലവിൽ APL BPL കാർഡിടുന്ന വിഭജനം കൊണ്ടുവന്നുകൊണ്ട് 53% വരുന്ന ജനങ്ങൾക്ക് റേഷൻ കിട്ടാതാക്കിയ കോൺഗ്രസ് സർക്കാരാണ് വിലക്കയറ്റത്തെക്കുറിച്ച് പറയുന്നതെന്ന് രൂക്ഷ വിമർശനം മന്ത്രി ജി.ആർ. അനിൽ ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സർക്കാരിന്റെ കാലത്ത് വളരെ കൃത്യമായിട്ട് റേഷൻ വിതരണം നടന്നു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് PRD അടക്കമുള്ളവർ പരസ്യം വച്ചിട്ടുള്ളതും. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത 83 ലക്ഷം പ്രതിലക്ഷം വരുന്ന കുടുംബങ്ങൾ മാസം ഇപ്പോൾ റേഷൻ വാങ്ങുന്നുണ്ട്. അതെന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കാണുന്നില്ല? കൃത്യമായിട്ടുള്ള കണക്കുകൾ എല്ലാ മാസവും കൃത്യമായിട്ടുള്ള കണക്കുകൾ നിയമസഭയിലായാലും അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിന്റെ സൈറ്റിലായാലും കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണമെന്നാണ് മന്ത്രി ജി.ആർ. അനിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രുതി, വി ഡി സതീശന് മന്ത്രി ജി.ആർ. അനിലിന്റെ മറുപടി. അതിന്റെ വിശദാംശങ്ങളാണ് അരുൺ സോളമൻ നൽകിയത്.